പശ്ചിമേഷ്യയിൽ വീണ്ടും മിസൈൽ വിപ്ലവം. ഖൊറം ഷഹർ 4 പുറത്തിറക്കി ഇറാൻ. നമസ്കാരം, ലോക വാർത്തകളിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലനത്തെ മാറ്റിമറിക്കാൻ പോകുന്ന നിർണായകമായൊരു വാർത്തയാണ് ഇറാനിൽ നിന്നും വരുന്നത്. ഇറാന്റെ ഏറ്റവും പുതിയതും കരുത്തുറ്റതുമായ ബാലിസ്റ്റിക് മിസൈൽ ഖൊറം ഷഹർ 4 ഔദ്യോഗികമായി സേവന സജ്ജമായിരിക്കുന്നു. ഖൈബർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ മിസൈൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഇസ്രായേലിനും നേരിട്ടുള്ള ഭീഷണിയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വെറുമൊരു മിസൈൽ പരീക്ഷണത്തെക്കുറിച്ചല്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യം തങ്ങളുടെ സൈനിക തന്ത്രങ്ങളിൽ വരുത്തുന്ന വൻ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ അത്യാധുനിക മിസൈലിന്റെ പ്രത്യേകതകളും അത് മേഖലയിലുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. മിസൈലിന്റെ സാങ്കേതിക സവിശേഷതകൾ. ഖൊറം ഷഹർ മിസൈൽ പരമ്പരയിലെ 4ാം തലമുറയാണിത്. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ മിസൈൽ വെറുമൊരു ദീർഘദൂര മിസൈൽ മാത്രമല്ല, മറിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ദൂരപരിധിയും കൃത്യതയും. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഖൊറം ഷഹർ 4ന് ഇസ്രായേലിന്റെ ഏതു കോണിലും പ്രഹരമേൽപ്പിക്കാൻ കഴിയും. 30 മീറ്റർ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം തകർക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വേഗത. അന്തരീക്ഷത്തിന് പുറത്ത് മാക് 16 അഥവാ ശബ്ദവേഗത്തിന്റെ 16 മടങ്ങ് വേഗത കൈവരിക്കുന്ന ഈ മിസൈൽ അന്തരീക്ഷത്തിനുള്ളിൽ മാക് 8 വേഗത്തിൽ സഞ്ചരിക്കും. ശത്രുരാജ്യങ്ങളുടെ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും സമയം നൽകാത്ത വേഗതയാണിത്. പോർമുനയുടെ കരുത്ത്. 1500 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള പോർമുനയാണിതിലുള്ളത്. ഇതിനു പുറമെ ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം തകർക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ വാർഹെഡ് സാങ്കേതികവിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. മുൻഗാമികളെ അപേക്ഷിച്ച് ഖൊറം ഷഹർ 4ന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ വിക്ഷേപണത്തിനുള്ള തയ്യാറെടുപ്പ് സമയമാണ്. ഹൈപ്പർഗോളിക് ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ മിസൈലിൽ ഇന്ധനം നിറച്ച് വർഷങ്ങളോളം സൂക്ഷിക്കാൻ സാധിക്കും. ഇതിനാൽ കേവലം 12 മിനിറ്റിനുള്ളിൽ വിക്ഷേപണം പൂർത്തിയാക്കാൻ ഇറാൻ സൈന്യത്തിന് കഴിയും. കൂടാതെ ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ നിന്നാണ് ഈ മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇത് ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്നും മിസൈലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു. അന്തരീക്ഷത്തിന് പുറത്തുവച്ച് പാത ക്രമീകരിക്കാൻ കഴിയുന്ന മിഡ് ഫേസ് നാവിഗേഷൻ സംവിധാനമുള്ളതിനാൽ ഇലക്ട്രോണിക് വാർഫെയർ വഴി ഇതിനെ തടയുക അസാധ്യമാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. രാഷ്ട്രീയ സാഹചര്യവും അന്താരാഷ്ട്ര പ്രതികരണങ്ങളും. ഈ വിന്യാസം ഒരു നിർണായക രാഷ്ട്രീയ സന്ദർഭത്തിലാണ് നടക്കുന്നത്. 2026ന്റെ തുടക്കത്തിൽ ഒമാനിൽ വെച്ച് അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ഇറാൻ ഈ കരുത്തു പ്രകടനം നടത്തുന്നത്. തങ്ങളുടെ മിസൈൽ പദ്ധതി ചർച്ചാ വിഷയമാക്കാൻ കഴിയില്ല എന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇസ്രായേലും ഈ നീക്കത്തെ അപലപിച്ചിട്ടുണ്ട്. മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെന്ന് വൈറ്റ് ഹൗസ് പ്രതികരിച്ചു. ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ പ്രമേയങ്ങളുടെ ലംഘനമായാണ് കാണുന്നത്. എന്നാൽ തങ്ങളുടെ പ്രതിരോധം സ്വയം ഭരണാവകാശമുള്ള വിഷയമാണെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. പശ്ചിമേഷ്യയിൽ ആയുധപന്തരം മുറുകുന്ന സാഹചര്യത്തിൽ ഖൊറം ഷഹർ 4ന്റെ വിന്യാസം സൈനികവും രാഷ്ട്രീയവുമായി വലിയ മാനങ്ങളുള്ളതാണ്. ഇറാൻ തങ്ങളുടെ ഡിറ്ററൻസ് അഥവാ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമ്പോൾ ഇത് അയൽ രാജ്യങ്ങളെയും പാശ്ചാത്യ ശക്തികളെയും എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഞങ്ങൾ നിങ്ങളിലേക്കെത്തിക്കും. കാണാം മറ്റൊരു വാർത്തയുമായി. നന്ദി.